എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ജീവിതത്തിൽ പ്രഥമവും പ്രധാനവുമായ സ്ഥാനം ആർക്കാണ്? പെട്ടെന്ന് നമുക്കൊരു ഉത്തരം പറയാൻ കഴിയും, ദൈവത്തിനാണെന്ന്. ദൈവത്തിനാണെങ്കിൽ നമ്മുടെ വാക്കും പ്രവൃത്തിയും ദൈവേഷ്ടത്തിനനുസരിച്ചായിരിക്കണം. അങ്ങനെ ദൈവത്തിന് പ്രധാനപ്പെട്ടൊരു സ്ഥാനം കൊടുക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും. ദൈവത്തിന് ഒരു കേന്ദ്രസ്ഥാനം നമ്മുടെ ജീവിതത്തിൽ നൽകുമ്പോൾ നമ്മുടെ ഉത്തരവാദിത്വങ്ങൾ, ആഗ്രഹങ്ങൾ, ബന്ധങ്ങൾ ഇവയെല്ലാം ശരിയായ കാഴ്ചപ്പാടിലേക്കും സമൃദ്ധിയിലേക്കും സമാധാനത്തിലേക്കും എത്തും. നമ്മുടെ ഈഗോയ്ക്കും ഇഷ്ടത്തിനും താല്പര്യങ്ങൾക്കും അനുസരിച്ച് രൂപപ്പെടുന്നതിൻ്റെ പല അസ്വസ്ഥതകളും നമ്മുടെ ജീവിതത്തിൽ തന്നെയുണ്ട്. ഏത് കാര്യങ്ങളും ചെയ്യുന്നതിന് മുമ്പ് മുട്ടുകുത്തി നിന്ന് കണ്ണുനീരോടെ പ്രാർത്ഥിച്ച് ആഴമുള്ള വിശ്വാസത്തോടെ ദൈവഹിതത്തിന് യോജിച്ചതെങ്കിൽ അങ്ങനെ അത് നിർവഹിച്ചാലുണ്ടല്ലോ, നമ്മൾ ഉദ്ദേശിച്ച റിസൾട്ടിനേക്കാൾ വലിയ പ്രതിഫലമായിരിക്കും അതിനുണ്ടാകുന്നത്. എസ്ര ടി ബെൻസൺ എഴുതുന്നു, when we put God first, all other things fall into their proper place or drop out our lives. ദൈവത്തെക്കാൾ വലുതൊന്നുമില്ലെന്ന് പറഞ്ഞ് അബ്രഹാം നടത്തുന്ന യാത്രയാണ് മോറിയയിലേക്കുള്ള യാത്ര. 100-ാം വയസ്സിൽ തനിക്ക് ലഭിച്ച പുത്രൻ, അവനെ ബലിയർപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. കൊണ്ടുപോകുന്നത് അപ്പൻ. ഈ വാർത്ത മനസ്സിലാക്കി വീട്ടിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ഒരമ്മ. 2 പ്രാർത്ഥനകൾക്ക് നടുവിലാണ് ഇസഹാക്ക് മോറിയെ കയറുന്നത്. ദൈവത്തെക്കാൾ വലുതൊന്നുമില്ലെന്ന് പ്രഖ്യാപിച്ച ഒരു മനുഷ്യന്റെ യാത്ര. മോറിയയുടെ നെറുകയിൽ ഒരു ബലിപീഠം ഒരുങ്ങുന്നുണ്ട്. യാഗപീഠത്തിൽ ബലിവസ്തുവായിട്ട് വെക്കുന്നത് തൻ്റെ പ്രിയ മകനെയാണ്. അവിടെയാണ് ബലിയർപ്പിക്കാനായി കുഞ്ഞാടിന് വൃക്ഷം നൽകുന്നത്. തിരിച്ചുള്ള ആ യാത്ര നമ്മളൊന്ന് ഓർത്ത് നോക്കിക്കേ. ദൈവത്തിന് പ്രാധാന്യം കൊടുത്ത് മല കയറിയവന്റെ തിരിച്ചിറക്കം. തിരിച്ചു വരുമ്പോൾ അബ്രഹാമും ഇസഹാക്കും സാറയും സമാഗമിക്കുന്ന രംഗം ഹൃദയത്തിലൊന്ന് ധ്യാനിച്ചു നോക്കിക്കേ. ഈ ഭൗമ ജീവിതത്തിൽ ആ കുടുംബം അനുഭവിച്ച ഏറ്റവും വലിയ സന്തോഷത്തിന്റെ നിമിഷമാണ്. ദൈവത്തിന് പ്രാധാന്യം നൽകുന്ന കുടുംബം, അവിടെ നിന്ന് സന്തോഷം ഒരിക്കലും പടിയിറങ്ങിപ്പോകില്ല. ഗോഡ്സ് ലവ് ഈസ് ലൈക്ക് എ റിവർ, കോൺസ്റ്റന്റ്ലി ഫ്ലോയിങ്, ഓൾവേസ് റിഫ്രഷിംഗ്. ദൈവസ്നേഹം ഒരു നദി പോലെയാണ്. അത് സ്ഥിരതയോടെ ഒഴുകുന്നു. എപ്പോഴും ആ ഒഴുകുന്ന ഇടങ്ങളെ അത് പുതുക്കിക്കൊണ്ടേയിരിക്കുന്നു. ഇന്ന് നമ്മുടെ ജീവിതത്തിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. എൻ്റെ ഹൃദയത്തിൽ എൻ്റെ കർത്താവിൻ്റെ സ്ഥാനം എവിടെയാണ്? അവന് പ്രഥമ സ്ഥാനമുണ്ടെന്ന് വെറുതെ പറയുകയാണ്. അവനുണ്ടെങ്കിൽ നമ്മുടെ വാക്കുകളിൽ അവൻ കാണും, പ്രവൃത്തികളിൽ അവൻ കാണും, ആഗ്രഹങ്ങളിൽ അവൻ കാണും, സ്വപ്നങ്ങളിൽ അവൻ കാണും, യാത്രകളിൽ അവൻ കാണും. കർത്താവേ, നിന്നെ മുറുകെ പിടിച്ച് ഈ ജീവിതയാത്ര പൂർത്തീകരിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. സദൃശവാക്യങ്ങൾ 3-ാം അധ്യായം 6-ാം വാക്യം, നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചുകൊള്ളുക, അവൻ നിന്റെ പാതകളെ നേരെയാക്കും. ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ കർത്താവിലേക്ക് ഉയർത്താം. കരുണാമയനായ ദൈവമേ, ജീവിതം ദൈവദാനാണ്. അങ്ങേക്കല്ലാതെ മറ്റെന്തിനാണ് പ്രഥമ സ്ഥാനം ഞങ്ങൾ നൽകേണ്ടത്? പലപ്പോഴും ജീവിതത്തിന്റെ പ്രയോറിറ്റികളിൽ ഞങ്ങൾ മറ്റു പലതിനെയും വെച്ചു പുലർത്തുന്നു. അതിൻ്റെ പ്രതിസന്ധികളും ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. കർത്താവിനായി ഹൃദയമൊരുക്കുവാൻ ഞങ്ങൾക്ക് ഇട നൽകണമേ. ഞങ്ങളുടെ ജീവിത വഴികളിൽ അങ്ങയെ മുറുകെ പിടിക്കുവാൻ ഞങ്ങൾക്കിടയാകണമേ. ഞങ്ങളെ അങ്ങിൽ നിന്ന് അകറ്റുന്നതായ എല്ലാ പ്രലോഭനങ്ങളെ അതിജീവിക്കുവാൻ അവിടുത്തെ കൃപയും ജ്ഞാനവും അനുഗ്രഹവും ഞങ്ങളിൽ നൽകണമേ. ഞങ്ങളുടെ ഭവനത്തിൻ്റെ കേന്ദ്രസ്ഥാനം ഞങ്ങളുടെ കർത്താവായിരിക്കണമേ. നീ പകരുന്ന സന്തോഷം ആത്മാവിൽ അനുഭവിപ്പാൻ ഞങ്ങൾക്കിടയാകണമേ.
ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുല നാമത്തിൽ തന്നെ ദൈവം തമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.